മഹാഭാരതത്തിനോട് ഒരു മാർസിയൻ സമീപനം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വീക്ഷണം സ്വീകരിക്കാൻ പിന്നെന്താ? ഏത് സമീപനം സ്വീകരിക്കുന്നു? കാരണം അതിനകത്ത് ഭൗതികവാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഭൗതികവാദമാണ് മാർക്സിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. അപ്പോൾ അത് തള്ളിക്കളഞ്ഞിരിക്കുന്ന കൃതി എന്നുള്ള നിലയിൽ അതിനെ സമീപിച്ച് അതിനെ സ്വീകരിക്കുന്ന ഏതെങ്കിലും അംശങ്ങൾ അറിയാതെ അതിൽ ഭൗതികവാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഭൗതികവാദത്തെ സ്വീകരിക്കുന്ന ഏതെങ്കിലും നിലപാടുകൾ അവലംബിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ മഹാഭാരതത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് പ്രബന്ധം തയ്യാറാക്കുന്നതാണ് രസകരമായ പ്രബന്ധമായിരിക്കുകയും ചെയ്യുന്നത്. അല്ല, പൊതുവെ ഒരു ദാർശനിക പ്രതിബദ്ധതയുള്ളവരൊക്കെ ഒരു പുസ്തകം വായിക്കുന്ന ഈ സമീപനത്തിലായിരിക്കില്ലേ? അവരവർ വിശ്വസിക്കുന്ന അവരവർ പ്രതിദാനം ചെയ്യുന്ന ദർശനത്തിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനം കിട്ടുമോ എന്ന് അവർ നോക്കും. ഇതിനകത്ത് അങ്ങനെ നോക്കും. അങ്ങനത്തെ നിലപാട് സ്വീകരിച്ച കഥാപാത്രങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടതുമാണ്. കാരണം ഒരു കൃതിയെ നാം സ്വതന്ത്രമായിട്ട് സമീപിക്കേണ്ടതാണ്. ഗ്രന്ഥകാരൻ്റെ അഭിപ്രായം എന്തായാലും നമുക്ക് സ്വതന്ത്രമായിട്ട് സമീപിക്കാം. പക്ഷേ ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തിനെതിരായ ഒരു ഉപസംഹാരം സ്വീകരിച്ചിട്ട് അതിൻ്റെ അടിക്ക് രണ്ട് വരയിടരുത് എന്നേ ഉള്ളൂ. ഇതാണ് ആ കൃതി എന്ന് പറയരുത്. ഗ്രന്ഥകർത്താവിനെ അന്യഥാവൽക്കരിച്ച് കാണിക്കുന്ന ഉപസംഹാരത്തിലേക്ക്, നിഗമനത്തിലേക്ക്, അനുമാനത്തിലേക്ക് എത്തിച്ചേരരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ സൗജന്യം ഏത് കൃതിയോടും നാം കാണിക്കേണ്ടതാണ്. ഇപ്പോൾ ദുര്യോധനൻ്റെ ദുഷ്ടമായ വ്യക്തിത്വത്തിൻ്റെ അതിദുഷ്ടമായ അനുബന്ധമായിരുന്നു ശകുനി എന്നും ആ ശകുനി നമ്മുടെ വ്യവഹാര ഭാഷയിൽ, ഭാരതത്തിൻ്റെ വ്യവഹാര ഭാഷകളിൽ ഒരു ശൈലിയായി മാറുകയും ചെയ്തു എന്നത് വ്യാസന് അഭിമാനിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടി വൈഭവത്തിൻ്റെ കാലാന്തരേണ ലഭിച്ച ഒരു പ്രതിഫലമാണ്. എല്ലാ കഥാപാത്രങ്ങളെ സംബന്ധിച്ചും ഇതുണ്ട്. ഇപ്പോൾ ഈ സത്യസന്ധത പാലിക്കണം എന്നൊരു നിർബന്ധം നമ്മുടെ എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇപ്പോൾ EMSനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സത്യസന്ധനായിരുന്നു. അതിനെക്കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല. എവിടെ നിന്ന് വന്നു ഈ സത്യസന്ധനായിരിക്കണം മാർക്സ് പറഞ്ഞിട്ടുണ്ട്? ആരുടെങ്കിലും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഈ സത്യസന്ധത എവിടെ വന്നു? സത്യസന്ധത നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. ഒരു നായകൻ സത്യസന്ധനായിരിക്കണം. സ്വന്തം ജീവിതത്തിൽ ആശയത്തിൽ സത്യസന്ധത EMSനുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വന്തം പ്രായോഗിക ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം എന്ന നിഷ്കർഷം എവിടെ നിന്ന് വന്നു? ആക്രമിക്കുന്ന ആളുമല്ല ആരെയും. EMS ആരെങ്കിലും തെളിയിട്ടുണ്ട്? കൊതുകിനെ പോലും അദ്ദേഹം കൊന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എവിടെ നിന്ന് വന്നു ഈ ഒരു ശാന്ത സ്വഭാവം? ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് വ്യാസപരമ്പരയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ശാന്ത സ്വഭാവം. അല്ല, ഒരു പാശ്ചാത്യന് ഇങ്ങനത്തെ ഒരു ശാന്ത സ്വഭാവം വരികയില്ല. അവന് എതിരായിട്ട് വരുന്നത് സത്യത്തിൻ്റെ മാർഗമായാലും ആ സത്യത്തിൻ്റെ മാർഗത്തെ അടിച്ച് തകർക്കുക എന്നുള്ളതാണ് പാശ്ചാത്യൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഹെക്ടറിൻ്റെ ജഡം അക്കിലീസ് വിട്ടുകൊടുക്കാഞ്ഞത്. ജഡത്തോട് എന്ത് വിരോധം, എന്ത് വൈരാഗ്യം, എന്ത് ശത്രുത, എന്ത് വൈരം. വൃദ്ധനായ പ്രയാം രാജാവ് വന്നിട്ട്, ഹെക്ടറിൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ ജഡം എനിക്ക് കിട്ടണം, അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയാണ്. എൻ്റെ മകൻ്റെ ജഡം തരണം. പറച്ച് കൂന് പിടിച്ച വൃദ്ധൻ വന്ന് അഖിലീസിനോട് ചോദിക്കുകയാണ്, എൻ്റെ മകൻ്റെ ജഡം എനിക്ക് തരണം, ആ ദയ നിങ്ങൾ എന്നോട് കാണിക്കണം. എൻ്റെ രണ്ടാമത്തെ മകൻ നിങ്ങളുടെ രാജ്ഞിയെ കട്ടുകൊണ്ടു പോകുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. അത് അങ്ങനെ ചെയ്യരുതാത്തതുമായിരുന്നു. അതിൽ ഞാൻ ഖേദിക്കുന്നു, മനഃപൂർവ്വം ഞാൻ ഖേദിക്കുന്നു. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം അഖിലീസ്, നിങ്ങൾ എൻ്റെ മകൻ്റെ ജഡം എനിക്ക് വിട്ടുതരൂ. കൊടുത്തില്ല. അത് രഥത്തിൻ്റെ പിന്നിൽ കെട്ടിയിട്ടിട്ട് എല്ലാവരോടും ഈ ജഡത്തെ അവമാനിക്കാൻ പറഞ്ഞിട്ട് യുദ്ധക്കളം മുഴുവനും വലിച്ചുകൊണ്ട് നടന്നു. മരിച്ചുപോയ രാജാവിൻ്റെ ജഡമാണ്, പ്രതിയോഗിയുടെ ജഡം. ബഹുമാനപൂർവ്വം തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ജഡത്തെ ബഹുമാനിക്കണം, മൃത്യുവിനെ ബഹുമാനിക്കണം, മരണത്തെ ബഹുമാനിക്കണം. മരണം ശാശ്വതമായ ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരാൾ ജനിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തിട്ടമൊന്നുമില്ല. ജനിക്കാൻ പോകുന്നവൻ എങ്ങനെ ഇരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തിട്ടമില്ല. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മഹത്തായ തിട്ടമുണ്ട്, മഹത്തായ സുനിശ്ചിതത്വമുണ്ട്. അതെന്താണ്? ജനിച്ചവൻ മരിച്ചു പോകും എന്നത് തന്നെയാണ് ആ തിട്ടം.
അതുകൊണ്ടാണ് മരണത്തെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡെഡ് ബോഡി എടുത്ത് ചെല്ലുമ്പോൾ വലിയ ആളുകളൊക്കെ ഡെഡ് ബോഡിയെ തൊഴുന്നത്. ആ ഡെഡ് ബോഡിയെ തൊഴുന്നതല്ല, ഡെഡ് ബോഡിയിൽ പൂവർച്ചിക്കുന്നതിനാണ്. അത് മരണത്തെ ബഹുമാനിക്കുകയാണ്. മരണം കാലമാണ്. കാലം ഈ വ്യക്തിയുടെ സ്വഭാവത്തെ പരിഗണിക്കാതെ അപഹാരക്രിയ നടത്തുന്നയാളാണ്. കാലം നമുക്ക് വ്യാഖ്യാനിക്കാനാവാത്ത ഒരു പ്രതിഭാസമാണ്. അറിഞ്ഞുകൂടെ നമുക്ക് എന്താണ് കാലമെന്ന് ഇപ്പോഴും. ഒരു കാലത്തും നാം അത് അറിയുകയുമില്ല. കാരണം അതിൻ്റെ പ്രഭാവം നമ്മുടെ മസ്തിഷ്കത്തിന് വെളിയിലുള്ള ഏതോ ഒരു സത്യത്തെ പുലുകി നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കത് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രണമിക്കുന്നത് എന്നത് ഡെഡ് ബോഡിയെ. അത് വിട്ടുകൊടുത്തില്ല. ആര്? അഖിലീസ് നായകനാണ്. ഇലിയഡിലെ നായകൻ, ഹോമറിൻ്റെ നായകൻ. വിട്ടുകൊടുത്തില്ല അദ്ദേഹം. രാമൻ എന്താ ചെയ്തത്? വിഭീഷണൻ മടിച്ചു നിന്നപ്പോൾ വിഭീഷണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ രാവണൻ്റെ ശേഷക്രിയകൾ നടത്തുക, അദ്ദേഹത്തിൻ്റെ ജഡം നിങ്ങളുടെ ആചാരങ്ങളനുസരിച്ച് മറവ് ചെയ്യുക, ജ്യേഷ്ഠനെ ബഹുമാനിക്കുക, മൃതദേഹത്തെ അത് അർഹിക്കുന്ന 3 ലോകത്തിലും തൻ്റെ സൈന്യങ്ങളെ അയച്ച് യുദ്ധം ചെയ്ത് സാമ്രാജ്യം സ്ഥാപിച്ച വലിയ ചക്രവർത്തിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു ചക്രവർത്തിക്ക് അർഹമായ എല്ലാ ചട്ടവട്ടങ്ങളോടും കൂടി അദ്ദേഹത്തിൻ്റെ ജഡം സംസ്കരിക്കുക എന്ന് മടിച്ചു നിന്ന വിഭീഷണനെ ഉപദേശിക്കുകയാണ് ചെയ്തത്. ഇത് മനുഷ്യന് ആർജിക്കാവുന്ന മഹത്വത്തിൻ്റെ പരമകാഷ്ഠയാണ്. അല്ലാതെ മരിച്ചുപോയവനല്ലേ അവനെ വെട്ടിക്കീറി കഴുകിന് ഇട്ട് കൊടുക്കുക എന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞ ആറട്ടെ എന്നല്ല പറഞ്ഞത്. അപ്പോൾ മഹത്വത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആയുധം പോയ രാവണനെ അദ്ദേഹം കൊല്ലാഞ്ഞത്. വിശ്രമിച്ച് നാളെ പ്രഭാതത്തിൽ വരൂ, അപ്പോൾ നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതൊരു മഹത്വമാണ്. ഇതൊരു മനുഷ്യൻ ആർജിക്കേണ്ട മഹത്വമാണ്. ഈ മഹത്വം നമുക്ക് വ്യക്തി ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൻ്റെ തിരക്കിൽ നമുക്ക് സമാർജിക്കാൻ സാധ്യമല്ലെങ്കിലും ഈ മഹത്വം സമാർജിച്ച വ്യക്തിയെ ആദരിക്കുന്നത് തന്നെ ഒരു പുണ്യകർമ്മമായിരിക്കും. ക്രമേണ അത് നമ്മെ ബാധിച്ചിട്ട് നാം ശാന്തശീലന്മാരായിത്തീരും. നമുക്ക് ഒരു ചെറിയ മഹത്വത്തിൻ്റെ നിഴൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. അതൊക്കെയാണ് ഈ കഥാപാത്രങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന സേവനം.